വഖഫ് നൽകുന്ന 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്തവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. ഇത് വളരെ വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സർ. വഖഫ് ബോർഡ് ഉണ്ടായിട്ടുള്ളത് അതിനെ വളരെ സെക്യുലറായി ഇൻക്ലൂസീവായിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പഴയ ക്ലോസസ് മാറ്റിയിട്ട് വഖഫ് ബോർഡിൽ ഷിയകളും ഉണ്ടാവും, സുന്നികളും കാണും. അങ്ങനെ എല്ലാവരും ഉള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകാർ, പിന്നോക്കക്കാർ എല്ലാവരും, വനിതകളും ഉണ്ടാവും, അതുപോലെ വിദഗ്ധരും ഉണ്ടാവും. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിനുള്ള വ്യവസ്ഥകളാണ്. ഇതിനെ എല്ലാവരും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. സർ, മറ്റൊരു കാര്യം കൂടി ഞാൻ വിസ്തരിച്ച് പറയാം. ഞാൻ മുസ്ലിം അല്ല എന്ന് വിചാരിക്കൂ. ഞാൻ പക്ഷേ മൈനോറിറ്റി അഫയേഴ്സ് മന്ത്രിയാണ്. ഞാൻ സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ ചെയർമാനാണ്. ഞാനായിട്ടും അതിനുശേഷം 4 മുസ്ലിം ഇതര ആളുകൾക്കും വഖഫ് കൗൺസിലിൽ അംഗമാകാം. അതിൽ പരമാവധി 4, മാക്സിമം 4, അതിൽ 4 2 വനിതകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം സർ. അതിനുശേഷം നിങ്ങളിപ്പോൾ വഖഫ് ബോർഡുകൾ, എല്ലാ വഖഫ് ബോർഡുകളും നോക്കൂ, എവിടെയാണ് വനിതകൾ ഉള്ളത്? നിങ്ങൾ വനിതകളെ കുറിച്ച് വെറുതെ വർത്തമാനം പറയുകയാണ്. എവിടെയാണ് വനിതകൾ ഉള്ളത് സർ? ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. സെൻട്രൽ വഖഫ് കൗൺസിൽ മൊത്തം 22 അംഗങ്ങളിൽ 4 നോൺ മുസ്ലിമുകൾ അതിലധികം കൂടാൻ പാടില്ല. എക്സ് ഒഫീഷ്യൽ കമ്മിറ്റിയിൽ 3 MPs ഉണ്ടാവും, പാർലമെന്റ് അംഗങ്ങൾ. ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് മതത്തിൽപ്പെട്ടവരും ആകാം, ഏത് മതത്തിൽ തിരഞ്ഞെടുക്കാം. 3 പാർലമെന്റ് അംഗങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരുമാകാം. 10 അംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഫോമർ ജഡ്ജ്, സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ 1 അഡ്വക്കേറ്റ്, 1 പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ്, ദേശീയ തലത്തിൽ അംഗീകാരമുള്ള 4 പേർ, അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആളുകൾ. 10 മുസ്ലിം അംഗങ്ങളിൽ 2 വനിതകൾ അനിവാര്യമാണ്. അതുപോലെ സംസ്ഥാന ബോർഡുകളിൽ 11 അംഗങ്ങളിൽ 3-ലധികം നോൺ മുസ്ലിമുകൾ പറ്റില്ല. 1 ചെയർപേഴ്സൺ, 1 MP, 1 MLA, 4 അംഗങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, 2 അംഗങ്ങൾ വൈദഗ്ധ്യമുള്ള അംഗങ്ങൾ, 1 അംഗം ബാർ കൗൺസിലിൻ്റേത്, അതുപോലെ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി. 4 മുസ്ലിം അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം. ഈ കാര്യങ്ങൾ നാം വെച്ചിട്ടുണ്ട്. ഇതിൽ അട്ടിമറിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ വഖഫ് ആക്ടിൽ പുതിയ വ്യവസ്ഥകൾ വെച്ചിട്ടുള്ള, അതുപോലെ ആർബിട്രറി പ്രൊവിഷൻ ഉണ്ട്. അതായത് പറഞ്ഞു തീർക്കുന്നതിന്, അനുരഞ്ജനത്തിനുള്ള ഈ കാര്യങ്ങൾ, അതിലെല്ലാം കൂടി പ്രധാനമായി സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ സർവേ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നേരത്തെ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു, അതിലുള്ള ഈ അപര്യാപ്തമായിരുന്ന വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ മഹിളകൾക്കുള്ള പാരമ്പര്യമായി ലഭിക്കുന്നതിനുള്ള അവകാശം, കുട്ടികൾക്കുള്ള അവകാശം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കേസുകൾ ട്രൈബ്യൂണലുകളിലും ഉണ്ട്, കോടതികളിലുണ്ട്. ഇത് പരിഹരിക്കുന്നതിന്, ഇതിൽ സെറ്റിൽ ചെയ്യുന്നതിന് 10,000-ലധികം കേസുകളാണ് ഈ എത്രയോ വർഷങ്ങളായി, 30,000-ലധികം കേസുകളാണ് പെൻഡിങ്ങിലുള്ളത്. കുറച്ച് കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം നിങ്ങൾ ഇടയ്ക്കിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ളവരും, ആ സഭയ്ക്ക് പുറത്തുള്ളവരും എല്ലാം തന്നെ അവർക്കുള്ള ഈ കാര്യങ്ങൾ സുതാര്യമാക്കി ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡിലാണ് ലാൻഡ് ഏറ്റവും കൂടുതൽ. 3 ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ 3ാമത് ഏറ്റവും വലിയ സമ്പത്തുള്ളത് വഖഫ് ബോർഡിനാണ്. ഞാൻ ആ കാര്യത്തിൽ സുതാര്യത വരുത്താം സർ.
സർ, താങ്കൾ ട്രെയിനിൽ പോകുന്നതാണ്, ഞാനും ട്രെയിനിൽ പോകുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററാണ് പാതകളുള്ളത്, റെയിൽവേ പാതകളുള്ളത്. റെയിൽവേ പാതകൾ കടന്നു പോകുന്ന റെയിൽവേയുടെ പ്രോപ്പർട്ടി അല്ല, രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക റെയിൽവേയുടെ ആണ് ഇത് എന്ന്? അത് രാജ്യത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് റെയിൽവേ ഡിഫൻസ് ആണെന്ന് പറയുന്നു. ഈ പരിശീലനം നടക്കുന്ന അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതിർത്തി സ്ഥലങ്ങൾ, ഇതൊക്കെ ഡിഫൻസിന്റെ ഉള്ളിലാണ്, പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. അത് രാജ്യത്തിൻ്റെതാണ്. അത് എങ്ങനെയാണ് ഇതാവാൻ പറ്റുക? അത് രാജ്യത്തിൻ്റെതാണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അതുപോലെ ലോകത്ത് ഏറ്റവും വലിയ വഖഫ് പ്രോപ്പർട്ടികൾ, വഖഫ് സമ്പത്തുകൾ ഉള്ളത് ഹിന്ദുസ്ഥാനിലാണ്. അത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ വഖഫ് പ്രോപ്പർട്ടി ഭാരതത്തിലാണ്. പിന്നെ എന്തിനാണ് സർ ഈ 60 കൊല്ലമായി നിങ്ങൾ ഭരിച്ചു, പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെയുള്ള മുസ്ലിങ്ങൾ ഇത്ര ദരിദ്രരായി? ഇത്രയും അധികം സമ്പത്ത് ഈ വഖഫിനുണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, ഇൻകം ആദായം കൂട്ടുന്നതിന്, വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് എന്തുകൊണ്ട് അവർ പിന്നോക്കം പോയി? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് സമ്പത്ത് ഇന്ത്യയിലാണെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്ര പുറകോട്ട് പോയി? ലോകത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? ഈ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? അതിനാൽ ഈ ധർമ്മത്തിന്റെ, മതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നേരിട്ട് തന്നെ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. നിങ്ങൾ ഈ കാര്യത്തെ ഗൗരവത്തോടു കൂടി നിങ്ങൾ കാണൂ. ആരൊക്കെയാണ് ഈ ബില്ലിനെ ഇപ്പോൾ നിങ്ങൾ എതിർക്കുന്നത്? അവർക്ക് തന്നെ ഒന്നോ രണ്ടോ അല്ല, എന്നാൽ രാജ്യത്തിനോട് ഈ ആരൊക്കെയാണ് ഈ ബില്ലിനെ പിന്തുണക്കുന്നതെന്ന് ഭാവിയിൽ ആളുകൾ ഓർമ്മിക്കും. ഇപ്പോൾ നിങ്ങൾ കുറിച്ചു വെക്കൂ. ഇപ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ 70 വർഷത്തിലധികം വോട്ട് ബാങ്ക് ആക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ അവരെ വഞ്ചിച്ചത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ രാജ്യത്ത് എത്രമാത്രം വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ടോ അതിനെ വെറുതെ കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക്, സാധാരണക്കാരായ മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേ പറ്റൂ. അതിനു വേണ്ടി ആണ് ഈ ബില്ല് അനിവാര്യമായിരിക്കുന്നത്. സെക്ഷൻ 14 അത് വളരെ ഡ്രാക്കോണിയൻ ആയിട്ടുള്ളൊരു നിയമമാണിത്. ആ സെക്ഷൻ 40, ആ സെക്ഷൻ 40 പ്രകാരം വഖഫ് ബോർഡ് വീണ്ടും പറഞ്ഞിരുന്നു, സെക്ഷൻ 40 ഏത് ഭൂമിയും വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിക്കാം. ആ വകുപ്പ് നമ്മൾ എടുത്തു കളഞ്ഞു. ഏത് ഭൂമിയും വഖഫ് സ്വത്തായിട്ട് പ്രഖ്യാപിക്കാമെന്നുള്ള പാവങ്ങളുടെ കാര്യം എടുത്തു. വളരെ ചെറിയ ആളുകൾക്ക് മാത്രമേ ഈ വകുപ്പ് കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. ഞാൻ ആരൊക്കെയാണ് എന്നവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് ഏതളവോളം ലക്ഷക്കണക്കിന് സ്വത്തുക്കൾ, കേസുകൾ ഇക്കാര്യത്തിൽ ഉയർന്നു. എത്രമാത്രം ക്ലെയിമുകളാണ് ഈ സ്വത്തുക്കളുടെ മേൽ വന്നിരിക്കുന്നത്? ഈ സെക്ഷൻ കാരണമാണ്, ഈ 40 കാരണമാണ്. ആ സെക്ഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, പല പ്രശ്നങ്ങളും ഈ പ്രശ്നം കാരണം ഉയർന്നു വന്നു. ഇതിൻ്റെ കാത്തലിക് കൗൺസിൽ പള്ളി ചർച്ചിലുള്ള ആളുകൾ, കേരള ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല ഭാഗത്തുനിന്നും അവർ പറയുന്നു, ഈ തരത്തിലുള്ള വഖഫ് ഭേദഗതി ബിൽ എത്രയും വേഗം പാസ്സാക്കണം എന്നാണ്. കാരണം ഈ സെക്ഷൻ 40 ദുരുപയോഗം ചെയ്ത് കേരള MP-യും തമിഴ്നാട് MP-യും ആലോചിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് ഈ ബില്ലിനെ എതിർത്തത്. എന്ത് തരത്തിലുള്ള ആശങ്കകളാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആലോചിക്കൂ. കഴിഞ്ഞ തവണ തന്നെ ഞാൻ തങ്ങളോടെല്ലാം പറഞ്ഞു, എപ്പോഴാണ് റിലീജിയൻ മതവും ഇതിൻ്റെ തിരുച്ചന്തര ഗ്രാമത്തിൽ ഇതുപോലൊരു വഖഫ് ബോഡി കർണാടകയിലും 1000കണക്കിന് ഏക്കർ ഭൂമിയുടെ പ്രശ്നത്തിൽ ഈ വിഷയം ഹരിയാനയിലുണ്ടായിട്ട് ജത്ലാന വില്ലേജ്, അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗുരുദ്വാര ലാൻഡ് അവരുടെയാണെന്ന് പറഞ്ഞു, വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞു. മുസ്ലിംസിൻ്റെ സെറ്റിൽമെൻറ്റും റെക്കോർഡിലില്ല. അങ്ങനെ അതും മുസ്ലിങ്ങളില്ലാത്ത ആ ഭൂമിയും വഖഫ് ബോർഡിൻ്റേതാക്കി മാറ്റി. കേരളത്തിൽ മുനമ്പം ഇഷ്യൂ അതെല്ലാവർക്കും അറിയാം.
600 ക്രിസ്ത്യൻ ഫാമിലികൾ കുടുംബത്തിൻ്റെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. അവർക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല. ഈ ബില്ല് പാസ്സാകുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. പാവങ്ങൾ, കർഷകർ, അവർക്കെല്ലാം അവരുടെ ഭൂമി തിരിച്ചു കിട്ടും. നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കണം. ഈ കാര്യത്തിൽ ഒരു വേഗതയുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ കാര്യം രാഷ്ട്രീയവൽക്കരിക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യം പ്രത്യേകിച്ച് എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, എൻ്റെ മറ്റ് സഹപ്രവർത്തകർ ഇവിടെയുണ്ട്, എല്ലാവരും ഈ കോൺഗ്രസിൻ്റെ ആവശ്യത്തിന് വഴങ്ങരുത്. നിങ്ങൾ ആരെങ്കിലും ഇതിനെതിർക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഭാവിയിലും ഈ പാർലമെൻ്ററി മിനിറ്റ്സിൽ ഈ വഖഫിനെ കുറിച്ച് നടന്ന കാര്യങ്ങളുണ്ടാവും. ഭാവിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഈ പാർലമെൻറ്റ് സഭയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ താങ്കളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ധൈര്യം നിങ്ങളെല്ലാവരും അഭിനന്ദിക്കണം. ഈ കാര്യം പറയാൻ എത്രമാത്രം ധൈര്യം എനിക്കുണ്ട്. എൻ്റെ ധൈര്യത്തെ അഭിനന്ദിക്കൂ. അതെൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ വെളിച്ചം തെളിച്ചിരിക്കുന്നു. ഈ കാറ്റിനെതിരെ നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കൂ. എൻ്റെ മുതിർന്ന സഹപ്രവർത്തകരെല്ലാം ഇവിടെയുണ്ട്. എനിക്ക് വളരെ ഭാഗ്യം ചെയ്തവനാണ് ഞാൻ. എൻ്റെ ഭാഗ്യവാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി. അതൊരു സാധാരണക്കാരൻ മനുഷ്യനാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. ബഹുമാനപ്പെട്ട മോദി, കോടിക്കണക്കിന് പാവപ്പെട്ട മുസ്ലിങ്ങൾ, സ്ത്രീകൾ, അവരെല്ലാം ഇതിൻ്റെ ഗുണം അനുഭവിക്കാൻ പോവാണ്. അവർക്കെല്ലാം എന്നെ പിന്തുണയ്ക്കും. വാസ്തവത്തിൽ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ എന്നെ അഭിനന്ദിക്കണം. നിങ്ങളും ഇതിനെ പിന്തുണയ്ക്കണം, ബില്ലിനെ പിന്തുണയ്ക്കണം. നന്ദി.